എന്നത്തെയും പോലെ 3 വ്യത്യസ്ത ഡിസൈനുകൾ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ വീഡിയോസായിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കണം. കാണാൻ തുടങ്ങുമ്പം തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം, മറന്നു പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഒരു സ്പൈഡർമാൻ തീമിൽ ചെയ്തിട്ടുള്ള കേക്കായിരുന്നു. 1/2 kg റെഡ് വെൽവെറ്റ് ആയിരുന്നു ഫ്ലേവർ. അപ്പോൾ ഞാനിത് ഫൈനൽ കോട്ട് ചെയ്ത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഗനാഷ് ഒഴിച്ചിട്ടുള്ള ഡിസൈനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തണുക്കാൻ വേണ്ടി തന്നെ കേക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അത് ചെയ്തതും കൂടി ഒന്ന് വീഡിയോ എടുക്കേണ്ടതായിരുന്നു എന്ന്. കാരണം ഞാൻ ഷാർപ്പ് എഡ്ജ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ആദ്യം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഈ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ഞാൻ അധികം അങ്ങനെ വീഡിയോ എടുക്കാത്തത്. പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അതിൻ്റെ എഡ്ജൊന്നും അത്രയും ആ ഒരു രീതിക്കല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് അകത്തേക്കൊന്ന് മടങ്ങി ഒന്ന് ആ സ്ക്രാപ്പർ ഞാനൊന്ന് വളച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഈ സ്പൈഡർമാൻ തീം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ലൈൻ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് സാധാരണ നോർമലി ഒരു കേക്ക് ചെയ്യുന്ന രീതിയിൽ ആ ഷാർപ്പ് എഡ്ജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ആ ലൈൻ താഴേക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ താഴേക്കും കൂടി സൈഡിലും കൂടി അത് വരയ്ക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, മുകൾ ഭാഗം മാത്രമാണ് ആ ഡിസൈൻ കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് താഴേക്കും കൂടി അത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് നാളുകൊണ്ട് ഞാൻ ചെയ്യുന്ന കേക്കിനെല്ലാം ഞാൻ ഇതേപോലെയാണ് അതിൻ്റെ ആ ഒരു എഡ്ജ് കൊടുക്കുന്നത്. ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് നോക്കിയപ്പോൾ മനസ്സിലായി അത് ഓണല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ അതിനകത്ത് ഉൾപ്പെടാത്തത്, ഞാൻ ഗനാഷ് ഒഴിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നൊരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഗനാഷ് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് ഇതേപോലെ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടുള്ള ഗനാഷ് വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുള്ളൊരു രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിങ്ങനെ ആ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടുള്ളതാണെങ്കിൽ അതിങ്ങനെ സ്പ്രെഡ് ആവും. അതേസമയം കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ ആ ലൈൻ അങ്ങനെ കറക്റ്റ് തന്നെ നിൽക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. എന്നിട്ട് കേക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മനസ്സിൽ കണക്കാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഒരു ലൈൻ കൊടുത്ത് പിന്നെ അങ്ങനെ അതൊരു ലൈൻ നമുക്ക് കണക്കാക്കിയിട്ട് മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അത് കണക്കാക്കി ഇങ്ങനെ കൊടുക്കണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇടയ്ക്കുന്ന ആ ലൈൻ നിർത്താതെ അങ്ങ് താഴത്തേക്ക് കൊണ്ടു തന്നെ അങ്ങ് നിർത്താൻ നോക്കണം. ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞു പോയാൽ അതൊരു വൃത്തികേടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നു പോയാലും കുഴപ്പമില്ല. പക്ഷേ അത് മാക്സിമം അത് വരാത്ത രീതിയിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഭംഗി. ആ റൗണ്ട് ചെയ്യുമ്പോഴും നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ടോപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ എത്ര റൗണ്ട് ടോപ്പിൽ വരണം എന്ന് കണക്കാക്കിയിട്ട് വേണം ടോപ്പിൽ കൊടുക്കാൻ. അല്ലെങ്കിൽ 1 or 2 ചെയ്തതിന് ശേഷം പിന്നെ ഒരുപാട് സ്പേസ് ഉണ്ടാവും സൈഡ് വരുമ്പോൾ. അപ്പോൾ അതൊന്ന് മനസ്സിലൊന്ന് കണക്കാക്കി നോക്കണം. ഒരു റൗണ്ട് കൊടുത്തിട്ട് അടുത്ത റൗണ്ടിന് എത്ര സ്പേസ് വേണമെന്നൊക്കെ മനസ്സിലൊന്ന് കണക്കാക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ അത് വരയ്ക്കുന്ന സമയത്തും ഇങ്ങനെ ആ ലൈൻ ഇങ്ങനെ മുറിഞ്ഞു പോകാതെ നീളത്തിനിങ്ങനെ താഴെ അറ്റം കൊണ്ടുവന്ന് നിർത്തിയിട്ടേ നമ്മൾ കൈ മാറ്റാവൂ. അപ്പോൾ അത് അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ മുറിഞ്ഞു പോകുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് തോന്നും. ചില ഭാഗങ്ങളിലൊക്കെ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് 1 or 2 ഭാഗത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അത് ബാക്ക് സൈഡിലോട്ടൊക്കെ അങ്ങ് ആക്കി കൊടുക്കാം. ഒരുപാട് സ്ഥലങ്ങളിൽ അത് വരാതിരിക്കാൻ നോക്കണം. മാത്രമല്ല നമ്മൾ ഈ റൗണ്ടിന് ഇങ്ങനെ വരയ്ക്കൂലേ, ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ തുടങ്ങിയിടത്ത് അല്ലായിരിക്കും ചില സമയത്ത് നമ്മൾ ലാസ്റ്റിലെത്തുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം. നമ്മൾ ഇടയ്ക്കൊന്ന് ആ വശത്തോട്ടും കൂടി ഒന്ന് നോക്കണം, എവിടെയാണ് തുടങ്ങിയത് എവിടെയാണ് നിർത്തുന്നത്, രണ്ടും ഒരേപോലെ തന്നെ വരണം. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങി ആ ലൈൻ ഇങ്ങനെ വരച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ റൗണ്ട് ഒന്ന് ക്ലിയർ ആക്കി വരാനും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാൻ. ഇത്രയും ചെയ്ത് ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ രാവിലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ രാവിലെ ഈ വർക്ക് ഞാൻ ചെയ്യുള്ളായിരുന്നു. കാരണം എനിക്ക് ടൈം ഉണ്ടായിരുന്നു ചെയ്യാൻ. ഈ കേക്ക് എനിക്ക് പതിയെ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ തലേദിവസം തന്നെ ഓർഡർ വന്നതുകൊണ്ട് ഞാൻ കേക്ക് ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു രാവിലെ ഗനാഷ് ഒഴിച്ച് ഇതേപോലെ ഡിസൈനൊക്കെ ചെയ്തിട്ട് എല്ലാം ചെയ്ത് എനിക്ക് ടൈം ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് ഞാനിത് ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആണ് എനിക്ക് വേറൊരു കേക്കിൻ്റെ ഓർഡർ വരുന്നത്. സത്യത്തിൽ രാത്രി 11 മണി 10:45 11 മണി ആയപ്പോഴാണ് ആ കേക്കിന് ഓർഡർ വരുന്നത്. പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് കേക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ കേക്ക് ബേക്ക് ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് ബേക്ക് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ എന്തായാലും വെറുതെ ഇരിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നാൽ രാവിലെ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ വർക്ക് അത്രയും തീർത്ത് വെച്ചിട്ട് ഞാൻ
പിന്നെ കിടന്നുറങ്ങിയിട്ട് രാവിലെയാണ് ബാക്കി അതിൻ്റെ വർക്കെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ബട്ടർഫ്ലൈ തീമിലാണ് എനിക്ക് ആ രണ്ടാമത് വന്നിട്ടുള്ള ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ എന്തായാലും കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഫൈനൽ കോട്ടൺ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് അത്യാവശ്യം ഒന്ന് സെറ്റാക്കിയാൽ മാത്രമേ രാവിലെ നമുക്കത് കട്ട് ചെയ്ത് ബട്ടർഫ്ലൈയുടെ ആ ഒരു ഷേപ്പിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ. തണുത്ത കേക്കാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഈസിയാണ്. മാത്രമല്ല നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്യാനുള്ളതാണ് ആ കേക്ക്. അപ്പോൾ അതുകൊണ്ട് കേക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റും വേണമെങ്കിൽ ഒന്ന് നല്ലോണം തണുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് രാത്രി തന്നെ ഞാൻ അത്രയും ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങിയത്. അപ്പോൾ രാവിലെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത സമയത്ത് കറക്റ്റായിട്ടല്ല എനിക്ക് ആ ലൈൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വീണ്ടും ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം രണ്ടാമത് മാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ക്രീം ഒന്ന് ജസ്റ്റ് അങ്ങനെ പിരിഞ്ഞ പോലെ അങ്ങനെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു. അത് സാധാ ക്രീം പോലെയല്ല. നമ്മൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും നേരം ഫ്രിഡ്ജിൽ വെച്ച് ഓവർനൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള കേക്കാണ്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് ഡിസൈനാണോ കേക്കിൻ്റെ മുകളിൽ ടോപ്പിലും സൈഡിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഓയിൽ ബ്രഷ് കൊണ്ടുള്ള ഡിസൈൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പാലറ്റ് നൈഫ് കൊണ്ടുള്ളതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സൈഡിൽ ചെയ്യുന്നെങ്കിൽ അതെന്തായാലും നമ്മൾ ആ ഫൈനൽ കോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങനെയുള്ള ഡിസൈൻ എല്ലാം ചെയ്ത് കൊടുക്കണം. ഫ്ലോറോ കാര്യങ്ങളോ ചെയ്യുന്നത് നമ്മൾ കേക്ക് സെറ്റായതിനു ശേഷം പിറ്റേ ദിവസമോ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെയുള്ള ഡിസൈൻ കേക്കിൻ്റെ ടോപ്പിലും സൈഡിലും ചെയ്യുന്ന ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ അത് ആ ടൈമിൽ തന്നെ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കേക്കല്ല ക്രീം ഇങ്ങനെ ഇതേപോലെ ഒരു പിരിഞ്ഞ പോലെ ഇങ്ങനെ ഇളകി വരും. ആ ഒരു രീതിക്കായിട്ടും വരണമുണ്ടാവുക. ഞാനിത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ ഇതേപോലെ അങ്ങനെ എടുത്ത് മാറ്റിയപ്പോൾ അതേപോലെ ആയിപ്പോയി. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, മുകളിൽ ഇങ്ങനെ ഡിസൈനൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് അവിടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ ബട്ടർഫ്ലൈ തീമിൽ ആയതുകൊണ്ട് ഞാൻ വേറൊരു ബോർഡിലേക്ക് ഇതേപോലെ കട്ട് ചെയ്ത കേക്ക് 2 വശവും തിരിച്ചൊന്ന് എടുത്ത് വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം സൈഡിലും കൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് ഞാൻ രാവിലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് ധൃതി പിടിച്ചിട്ടുള്ള ചെയ്യലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫൈനൽ കോട്ട് ഇങ്ങനെ രണ്ടാമത് കോട്ടിങ് കൊടുത്തതൊക്കെ ഒന്ന് പെട്ടെന്നാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്കത്രയും തൃപ്തി ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ക്ലിയർ ആക്കി എടുത്തത്. എന്നാലും കുഴപ്പമില്ല, മുകളിലൊക്കെ നമ്മൾ അത്യാവശ്യം ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് അവിടെയൊന്നും വലിയ വിഷയങ്ങളുണ്ടായിരുന്നില്ല. കട്ട് ചെയ്ത ഭാഗം ഇതേപോലെ കുറച്ച് ക്രീമൊക്കെ കൊടുത്തിട്ട് വീണ്ടും അതൊന്ന് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ക്രീമിലൊന്നും ടച്ച് ആവാതെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു പക്ഷേ എനിക്ക് ഇതിൽ വലിയ കുഴപ്പമില്ല, കാരണം മുകളിൽ ഫ്ലവറും ബാക്കി ഡിസൈനൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരണുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഡാമേജ് ക്രീമിന് വന്നിട്ടുണ്ടെങ്കിലും വിഷയമില്ല. എന്നാലും ഞാൻ മാക്സിമം അവിടെ ഒന്നും ആകാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മുന്നെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് ഒരുമിച്ച് വെച്ചതിന് ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതെനിക്ക് ടൈം കുറവായതുകൊണ്ടാണ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രണ്ടാമത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സെൻറ്ററൊക്കെ ഇങ്ങനെ ഒന്ന് അടുപ്പം വരാൻ കുറച്ച് ഇതുണ്ടായിരുന്നു. കാരണം ഒന്ന് ചേർത്ത് വെച്ചിട്ട് അവിടെയൊന്നും ഞാൻ ഒരുപാട് ക്രീമൊന്നും കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ഡിസൈൻ വരുമ്പോൾ രണ്ടും കൂടി അങ്ങ് ഒരുമിച്ചോളും എന്നുള്ള ആ ഒരു ഇതിലാണ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് പിങ്ക് കളറിലൊന്നും ക്രീം മിക്സ് ആക്കിയതിന് ശേഷം കളർ മിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ ബോൾസ് കൊടുത്തിട്ട് അതൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്ത് ചെയ്യുന്നുണ്ട്. ആദ്യം കുറച്ച് ഡാർക്കായിട്ടുള്ള കളറും പിന്നെ കുറഞ്ഞിട്ട് ഉള്ള കളറും അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. 2 സൈഡിലും അങ്ങനെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഫുള്ളായിട്ട് അങ്ങനെ കൊടുക്കുന്നേക്കാളും ഒരു സൈഡിൽ കുറച്ച് കളർ കൂട്ടി ചെയ്തിട്ട് അതിൽ ഫുള്ള് ഫ്ലവർ കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ക്രീമിലേക്ക് കുറച്ചും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ക്രീം മിക്സ് ചെയ്തിട്ട്, കളർ മിക്സ് ചെയ്തില്ല പിന്നെ ഞാൻ അതൊരു ലൈറ്റ് കളറായിട്ട് തന്നെയാണ് സൈഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വീണ്ടും ഫുള്ളായിട്ട് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു കൊമ്പുണ്ടല്ലോ അത് ഞാൻ നേരത്തെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് OHP ഷീറ്റിൽ അതൊന്ന് വരച്ചു കൊടുത്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഗനാഷ് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റൂല കേട്ടോ. ഗനാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതല്ല, ക്രീമും കൂടി ഒഴിച്ചിട്ട് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒഴിച്ചിട്ട് റെഡിയാക്കുന്നതാണ് ഗനാഷ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതേപോലുള്ള ഡിസൈനൊന്നും ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റില്ല. ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തെടുക്കുന്നതിൽ നമുക്ക് ഇതേപോലുള്ള ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ OHP ഷീറ്റിലാണ് അങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതേ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ കണ്ണും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ചുണ്ടും കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ കൊണ്ടാണ്
വരച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ആദ്യം ഗനാഷ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, എന്തായാലും ഒരു റെഡ് കളറിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്നത് സെറ്റായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൊമ്പ്, അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ ബാലൻസ് കുറച്ച് ക്രീമും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതേപോലെ ബോർഡറിലും കൂടി ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഫുള്ളായിട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തു. മാറ്റർ എഴുതി കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടപ്പോഴത്തേക്കും ആ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം കൂടി എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ചെയ്തതിന് ശേഷം ഞാനൊന്ന് ഫ്രീസറിലാണ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫോണ്ടൻറ്റിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, അത് കേക്ക് ബോർഡിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ ടോപ്പിൽ വെക്കുമ്പോൾ എനിക്ക് ആ ഒരു ബട്ടർഫ്ലൈ അല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് ഭംഗി അങ്ങ് പോണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കേക്ക് ബോർഡിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതേ സമയം ഫോണ്ടൻറ്റിൽ അത് എഴുതിയപ്പോൾ തന്നെ എന്തായാലും ഫോണ്ടൻറ്റ് എടുക്കണമല്ലോ, അപ്പോൾ തന്നെയാണ് ഇതിൽ എഴുതാനുള്ളതും കൂടി എടുത്തിട്ട് അത് ഞാൻ ബോർഡിൽ വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ബോർഡിൽ സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ ഇതേപോലെ കേക്കിലേക്ക് തന്നെ അങ്ങ് ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ക്രീമിൽ ചോക്ലേറ്റ് ആകുമ്പോൾ അത് കറക്റ്റായിട്ട് അതിലങ്ങ് ഒട്ടി അങ്ങ് ഇരുന്നോളും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്ത് പിന്നെ ഒരു സ്പൈഡർമാനും കൂടി എൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് അതും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഇതേപോലെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ 2-3 ഫ്ലവർ ടോപ്പിൽ കൊടുത്തതിന് ശേഷം സൈഡിലുണ്ടല്ലോ ആ ബോർഡ് വരുന്ന ഭാഗത്ത് ബോർഡറായിട്ട് അവിടെയും ഒരു 3 ഫ്ലവർ കൊടുത്തിട്ട് രണ്ടും കൂടി ഒരു കണക്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു നോസിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു ടൈപ്പ് നോസിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തില്ല അതിൻ്റെ. അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്നൊരു ലൈന് അവിടെ നിന്ന് ഈ ഫ്ലവറിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ നീളത്തിനൊന്ന് കൊടുത്തു നോക്കി. പക്ഷേ അതൊട്ടും ഭംഗിയുണ്ടായിരുന്നില്ല. അത് ഞാൻ പിന്നെ അതെടുത്ത് മാറ്റിയതിന് ശേഷം വേറൊരു ഡിസൈൻ കൊടുത്തു. എനിക്ക് അങ്ങനെ ആ ഒരു കണക്ഷൻ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് ചെയ്തു പോയി. അവിടെ ആ ഒരു ക്രീമും ആയതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ചെയ്യണമല്ലോ, അത് എടുത്ത് മാറ്റിയപ്പോൾ അവിടെ ആ ഒരു ക്രീമിൻ്റെ ഒരു കളർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തത്. പക്ഷേ അത് ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. ആ ഒരു കണക്ഷൻ ഇല്ലാതെ ഈ ഫ്ലവർ മാത്രം ബോർഡിലും ടോപ്പിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നേനെ. പിന്നെ മാറ്ററും കൂടി ഇതേപോലെ കേക്കിൻ്റെ ടോപ്പിൽ എഴുതി കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ ആ സൈഡിൽ അങ്ങനെ കൊടുത്ത ഭാഗത്ത് എനിക്ക് എന്തോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവിടെ എന്തെങ്കിലും കൂടി കൊടുത്ത് ആ ഒരു വൃത്തികേട് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡൻ ലീഫ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ആ ഒരു ലൈൻ പോലെ വന്നതിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ചെയ്തപ്പോഴത്തേക്കും അതും റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ 3 കേക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നത്തെയും പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ കേക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതും കൂടി ഒന്ന് കമൻറ്റായിട്ടും കൂടി ഒന്ന് അറിയിച്ചേക്കണേ.